നമസ്കാരം. എവിടെയാണ് പാകിസ്ഥാന്റെ കരസേനാ മേധാവി ജനറൽ സയ്യദ് അസിം മുനീർ? ഈ ചോദ്യം സമൂഹ മാധ്യമങ്ങളിലെല്ലാം വ്യാപകമായി പ്രചരിക്കുകയാണ്. അതായത് പാകിസ്ഥാന്റെ കരസേനാ മേധാവി രാജ്യം വിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിൽ നിരവധി വിദഗ്ധരടക്കം പങ്കെടുക്കുന്നുമുണ്ട്. ഇന്ത്യ ഒരു ആക്രമണത്തിനായി കോപ്പുകൂട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ ആക്രമണത്തിനായി ഒരുങ്ങിയിരിക്കുമ്പോൾ പാകിസ്ഥാനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട കരസേനാ മേധാവി എന്തുകൊണ്ട് ഒളിവിൽ പാർക്കുന്നു എന്ന ചോദ്യത്തിന് പാകിസ്ഥാനും ഇപ്പോൾ ഉത്തരമൊന്നുമില്ല. ഇന്ത്യയുടെ കരസേനാ മേധാവി ഇപ്പോൾ ജമ്മു കാശ്മീരിലാണ്. അദ്ദേഹം ശ്രീനഗറിലെത്തി എങ്ങനെ പാകിസ്ഥാന് തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളുമായും ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുകയാണ്. ജമ്മു കാശ്മീരിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ചർച്ചകൾ നടത്തുന്നു. മാത്രമല്ല, പാകിസ്ഥാന് വളരെ ശക്തിയുക്തമായ തിരിച്ചടി നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക്, അല്ലെങ്കിൽ അതിൻ്റെ കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹം വഹിക്കുകയാണ്. പ്രതിരോധ മന്ത്രിയുമായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ഈ തരത്തിൽ ഇന്ത്യയുടെ കരസേനാ മേധാവിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയുമൊക്കെ തിരക്കിട്ട ചർച്ചകൾ ദില്ലിയിൽ നടത്തുമ്പോൾ പാകിസ്ഥാനിൽ അത്തരം തിരക്കിട്ട ചർച്ചകളൊന്നും നടക്കുന്നില്ല. ആകെ ചേർന്നത് ഒരു മന്ത്രിസഭാ യോഗമാണ്. ഇതിനിടയിൽ പാകിസ്ഥാന്റെ മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥർ, കരസേനാ മേധാവിയുടേതടക്കമുള്ള പട്ടാള ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ വിദേശത്തേക്ക് പലായനം ചെയ്തു എന്ന വാർത്ത നമ്മൾ നേരത്തെ കൊടുത്തിരുന്നതാണ്. ഇവരെല്ലാം ചാർട്ടേഡ് ഫ്ലൈറ്റ്, സ്വകാര്യ വിമാനങ്ങൾ ചാർട്ടർ ചെയ്താണ് പാകിസ്ഥാനിൽ നിന്നും കൂടും കിടക്കയും എടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്. കാരണം ഇവർക്കെല്ലാം വിദേശത്ത് വീടുകളുണ്ട്. ഇവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച അഴിമതി പണം കൊണ്ട് വിദേശത്ത് നിക്ഷേപം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം വീടുകളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ ഇവർക്ക് പാകിസ്ഥാനിൽ നിന്നും ആ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ കരസേനാ മേധാവിയുടേതടക്കം മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥരുടെ എല്ലാം കുടുംബാംഗങ്ങൾ വിദേശത്തേക്ക് പോകുന്നതായി നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്തകൾക്ക് പിന്നാലെ കരസേനാ മേധാവിയും രാജ്യത്ത് കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനാകട്ടെ ഇതിൽ വളരെ കൃത്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ കഴിഞ്ഞുപോയ ഏപ്രിൽ 26-ാം തീയതി അവിടെ ഒരു അബോട്ടാബാദിൽ നടന്ന ഒരു പാസിംഗ് ഔട്ട് പരേഡിൽ ഈ പറയുന്ന കരസേനാ മേധാവിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയും ഒക്കെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് 26-ാം തീയതി ഏപ്രിലിൽ നടന്ന പരിപാടിയാണ് എന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിലും ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസം മുമ്പുള്ള ചിത്രം മാത്രമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റ് ഒരു ഉത്തരമാണ് എങ്കിൽ കൂടി അത് കൃത്യമായ ഉത്തരമല്ല. കരസേനാ മേധാവി ഇപ്പോൾ എവിടെ എന്ന ചോദ്യത്തിന് പാകിസ്ഥാനും മറുപടി പറയുന്നില്ല. നിർണായക ഘട്ടത്തിൽ കരസേനാ മേധാവി വിദേശത്തേക്ക് കടന്നു എന്ന സൂചന തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ നൽകുന്നതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.